നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയും നയതന്ത്ര സ്വർണ്ണക്കൊള്ള പോലെ മറ്റൊരു കഥയായി അവശേഷിക്കുമോ എന്ന ആശങ്ക മലയാളികളിൽ സജീവമായി ഉണ്ടായിരുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ ഓരോ നീക്കങ്ങളും സമീപനങ്ങളും വീണ്ടും ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. VSSCയുടെ പരിശോധനയിൽ ഈ സ്വർണ്ണപ്പാളികൾ മാറ്റിയിട്ടുണ്ടോ ഇല്ലയോ, അതല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സംഗതിയാണോ വെച്ചിരിക്കുന്നത് എന്ന് തീർത്ത് വ്യക്തമാകാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത്. മാത്രവുമല്ല, സ്വർണ്ണപ്പാളികൾ മാറ്റിയിട്ടില്ല എന്നൊരു നിഗമനത്തിലേക്ക് അത് എത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത് ആ റിപ്പോർട്ടിൽ VSSCയുടെ ആ പരിശോധനയിൽ ഹൈക്കോടതിക്ക് അത്ര തൃപ്തി ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക എന്ന ഒരു നീക്കത്തിലേക്കും സംഗതികൾ മാറുന്നു. ഇത് സൂചിപ്പിക്കുന്നത് VSSCയുടെ അന്വേഷണത്തിൽ പോലും ഒന്നുകിൽ ഏതെങ്കിലും കൈകടത്തലുകളോ അതല്ലെങ്കിൽ VSSCയുടെ അന്വേഷണത്തിലെ ആധികാരികതയിൽ എന്തോ സംശയമോ തോന്നിയിട്ടുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉൾപ്പെടുന്ന കേസുകൾ, കൊടിയ അഴിമതി കേസുകൾ തെളിയിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിനോട് ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കണം എന്ന് ഉത്തരവിടാതെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഇത് പ്രഥമ ദൃഷ്ടിയ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു കോടതിയുടെ അവിശ്വാസം തന്നെയായിരുന്നു പ്രയോഗത്തിൽ. ആ അവിശ്വാസത്തിൻ്റെ കാരണം ഇതിൻ്റെ അന്വേഷണം എങ്ങോട്ട് നീങ്ങും എന്നുള്ളതിനെക്കുറിച്ച് ഹൈക്കോടതിക്ക് വ്യക്തമായ, അല്ലെങ്കിൽ എങ്ങോട്ടാണ് നീങ്ങേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഹൈക്കോടതിക്കുണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ നമുക്ക് ഹൈക്കോടതിയിലെ ഉത്തരവുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കാണുന്നത് ഈ കൊള്ള എങ്ങനെ നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ ആര് നടത്തിയിരിക്കുന്നു, അതിന് നേതൃത്വം കൊടുത്തവരാര്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് ഹൈക്കോടതിക്ക് ഒരു രേഖകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബോധ്യം വന്നതുപോലെ ഒരു അവസ്ഥയാണ് നമുക്ക് ഹൈക്കോടതി ഉത്തരവുകളുടെ തുടക്കത്തിലുള്ള ഉത്തരവുകൾ നോക്കിയാൽ മനസ്സിലാവുന്നത്. എന്നാൽ ഇത് തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അത് തെളിയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കട്ടവനെ കൊണ്ട് അന്വേഷണം നടത്തിയിട്ട് കാര്യമില്ല. ആ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ പ്രത്യേക അന്വേഷണ സംഘം നിയോഗിക്കപ്പെട്ടത്. ഈ പ്രത്യേക അന്വേഷണ സംഘം സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ്. പക്ഷേ അവർക്കും മുന്നോട്ട് നീങ്ങാനാകുന്നില്ല, അല്ലെങ്കിൽ സംസ്ഥാന ഭരണ നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ പോലീസ് നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഹൈക്കോടതി തന്നെ ബോധ്യപ്പെട്ടിട്ടാണ് പലകുറി പരസ്യമായിട്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് താക്കീത് പോലെയും അതേപോലെ ഓർമ്മപ്പെടുത്തലും ഒക്കെ ഹൈക്കോടതി നടത്തിയത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നാം കണ്ടത് മുൻ ദേവസ്വം ബോർഡ് അംഗം ശങ്കരദാസിൻ്റെ അറസ്റ്റ്. അദ്ദേഹത്തിൻ്റെ മകൻ സംസ്ഥാന പോലീസ് സേനയിലെ ഉന്നത IPS ഉദ്യോഗസ്ഥനാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ പെട്ടെന്ന് ശങ്കർദാസിന് അബോധാവസ്ഥയും രോഗവും മറ്റുമൊക്കെ ഉണ്ടായ ഒരു സ്വകാര്യ ആശുപത്രിയിൽ സാധാരണ ജനങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ദയനീയത തോന്നുന്ന രീതിയിലുള്ള ചിത്രമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ശങ്കർദാസിൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു അന്വേഷണത്തെ തെളിയിക്കുന്നതിന് പകരം ഈ അന്വേഷണം തെളിയിക്കാൻ ബാധ്യസ്ഥപ്പെട്ട അധികൃതർ, അതായത് ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തന്നെയാണ് ഇത് അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നു. ആ അട്ടിമറി ശ്രമത്തിനെ ചെറുത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ മറികടക്കാനുള്ള ഓരോ ശ്രമങ്ങളുമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഓരോ ദിവസം കഴിയും തോറും നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ വീണ്ടും ഒരു ഏജൻസിയെ കൊണ്ട് ഈ പാളികൾ യഥാർത്ഥ പാളികളാണോ
അവിടെ റിപ്പയറിന് ശേഷം അതല്ലെങ്കിൽ സ്വർണം പൂശിയതിന് ശേഷം കൊണ്ടുവച്ചിരിക്കുന്നത്, അതോ മാറ്റപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ അന്വേഷണം നടത്താൻ പോകുന്നത്. നമ്മളോട് മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ED രംഗപ്രവേശം ചെയ്തു. കേരളത്തിൽ നയതന്ത്ര കൊള്ളക്കേസിൻ്റെ, സ്വർണ്ണക്കൊള്ളക്കേസിൻ്റെ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ ആവിർഭാവത്തോടു കൂടിയാണ് ED കേരളത്തിൽ ഇത്രയധികം ഒരു ചർച്ചാ വിഷയമാകുന്നതും പരിചിതമാകുന്നതും. എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. ഇതിൽ നിന്ന് അതുപോലെ തന്നെ ഒട്ടേറെ കേസുകളിൽ ED അന്വേഷണം നടത്തുന്നുണ്ട്. അതുപോലെ കരുവന്നൂരിലെ സഹകരണ ബാങ്കിൻ്റെ കൊള്ള സംബന്ധിച്ചിട്ടും ED അന്വേഷണം നടത്തുകയും കുറേ അറസ്റ്റുകളും കുറേ അന്വേഷണങ്ങളൊക്കെ നടത്തും. പക്ഷെ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ഇത് നിശ്ചലമാകുന്നു. അതിൻ്റെ അർത്ഥം ഇത് ED രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞാൽ ഇതുവരെയുള്ള നമ്മളുടെ അനുഭവത്തിൽ നിന്നും നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്, എവിടെയാണോ ED രംഗപ്രവേശം ചെയ്യുന്നത് കുറച്ചൊക്കെ മുമ്പോട്ട് പോകും. അത് കഴിഞ്ഞ് എവിടെയെങ്കിലും പിടിവരുന്ന സ്ഥലത്ത് ഈ അന്വേഷണം അല്ലെങ്കിൽ ഏതെങ്കിലും പിടിവരുന്നതിൻ്റെ വക്കിലെത്തുമ്പോൾ ഈ അന്വേഷണം നിശ്ചലമാകും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലും ഇതേ ആശങ്കയാണ് ഓരോ മലയാളിയിലും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇവിടെ നാം കാണുന്നത് കോടതിയുടെ ഒരു ജാഗ്രതയാണ്. ഈ ജാഗ്രതയുടെ ഫലമായിട്ടാണ് ഈ സ്വർണ്ണപ്പാളി യഥാർത്ഥ പാളിയാണോ അല്ലയോ എന്ന് വളരെ വ്യക്തമായിട്ട് കണ്ടെത്തുന്നതിന് വേണ്ടി തങ്ങൾ നിർദ്ദേശിക്കുന്ന ഏജൻസിയെ ഏൽപ്പിക്കണം എന്ന ഒരു നിലപാടിലേക്ക് വീണ്ടും ഹൈക്കോടതി പോകാൻ ശ്രമിക്കുന്നത്. ഇത് വളരെയധികം നമുക്ക് ഇന്നത്തെ സംവിധാനത്തിൽ, ജനായത്ത സംവിധാനത്തിൽ ഏക പ്രതീക്ഷയുള്ള ഒരു സംവിധാനം ഇന്ന് കോടതികളാണ്. ആ കോടതിയിൽ കൂടുതൽ നമുക്ക് വിശ്വാസ്യത ലഭ്യമാക്കുന്ന, ഒരു പരിഹാരം നമുക്ക് ഈ സംവിധാനത്തിൽ കാണാൻ കഴിയും എന്നുള്ള പ്രത്യാശയ്ക്ക് വക നൽകുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ കോടതികൾ. തീർച്ചയായിട്ടും കേരള ഹൈക്കോടതിയുടെ ഈ നടപടി ഈ ജനായത്ത സംവിധാനത്തിൽ വളരെയധികം പ്രതീക്ഷയ്ക്കും ശുഭാപ്തി വിശ്വാസത്തിനും ഇട നൽകുന്നു എന്നുള്ളത് നമുക്ക് ആവർത്തിച്ച് എടുത്തു പറയേണ്ടതും നാം ഓർമ്മിക്കേണ്ടതുമായ ഒരു വസ്തുതയും കൂടിയാണ്.